ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ മിക്സിയൊക്കെ കഴുകിയിട്ട് ആ പാത്രത്തിൽ വെള്ളം വെക്കുമെന്ന്. അപ്പം ഞാൻ മാവിൻ്റെ അകത്ത് ഉപ്പ് ഞാൻ ഇട്ടല്ല അരയ്ക്കുന്നത്, അല്ലാതെ രാവിലെ ബൈ ചാൻസിലെങ്ങാണേ ഉപ്പിട്ട് അരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ എടുത്ത് ആ പാത്രത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ഉപ്പിടാനായിട്ട് ഇങ്ങനെ സ്പൂണിലെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ മണ്ട ഇങ്ങനെ വെള്ളം തെളിഞ്ഞു നിന്നില്ലേ, ആ വെള്ളം കളയാനായിട്ട് ഞാൻ വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കലക്കിയിട്ടങ്ങ് ഒഴിച്ചു. അപ്പോൾ ഇഡ്ഡലിയെല്ലാം എടുത്തു, അടുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇഡ്ഡലി നമ്മൾ ഇളക്കുന്നുണ്ടേ ആ തട്ടയിൽ ഇച്ചിരി പറ്റിയിരിക്കത്തില്ലേ, ആ തട്ടയിൽ എല്ലാവർക്കും ഇളക്കി കഴിഞ്ഞു. 2 ട്രിപ്പ് ഇഡ്ഡലി എടുത്തു കഴിഞ്ഞിട്ടുള്ള സംഭവം ഇത്. അപ്പോൾ തട്ടയിലിരുന്നത് ഇച്ചിരി ആ സ്പൂണി എടുത്ത് തിന്നുണ്ടേ, അയ്യോ ഉപ്പില്ല. അപ്പം വീട്ടിൽ ആർക്കും മനസ്സിലായില്ല. കാരണം കറി ഒഴിച്ച് കഴിക്കുന്നുണ്ടേ മനസ്സിലാവത്തില്ല. സെപ്പറേറ്റ് നമ്മൾ അല്ലാതെ ഒരു ഇഡ്ഡലി എടുത്ത് കഴിക്കുകയാണെങ്കിൽ മനസ്സിലാവും. എനിക്കാണെങ്കിൽ അപ്പം ഞാൻ എന്നിട്ട് കുറേ നേരം ചിന്തിച്ചു എന്തോ പറ്റിയെന്ന്. അപ്പോൾ എന്തുവാ, ആ ഉപ്പിനെടുത്ത സ്പൂൺ നമ്മൾ ഇങ്ങനെ എടുത്ത് കോരി വെച്ചത് അതുപോലെ ആ ഉപ്പ് പാത്രത്തിൻ്റെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉപ്പ് ഇട്ടില്ല, വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടെന്നുള്ള രീതിയിൽ ആ ബാക്കി ലാസ്റ്റ് എടുത്ത് അടിമാവ് കലക്കി അങ്ങ് ഒഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടായിരുന്നു. അതിട്ടിട്ട് ഉള്ളിയും എല്ലാം അതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടിട്ട് ഗ്രീൻ പീസ് എല്ലാം ഇട്ടിട്ട് പൊടികൾ ഞാനൊന്ന് ചൂടാക്കി കുക്കറിൽ ഇട്ടിട്ട് ഒരു 3-4 വിസിലടിച്ചൊന്ന് എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയും റെഡിയാവും. അപ്പം പറയാൻ മറന്നുപോയി, ഞാനിന്ന് ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ ഇഡലിയൊക്കെ ഞാൻ ഒഴിച്ച് വെച്ച് കറി അടപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ഓവൻ്റെ അവിടെ ഒരു കവർ തൂക്കിയിട്ടേക്കുന്നത് എന്തുവാന്നോ, ഈ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടേ ആ കവർ ഇത്തിരി ഒന്ന് നനയമല്ലേ, അതൊന്ന് ഉണങ്ങാനായിട്ട് ഞാൻ അവിടോട്ട് ആ ഓവൻ്റെ അടപ്പയിലൊരു ഇതുണ്ടല്ലേ അതിൻ്റെ അകത്ത് ഇട്ടേക്കുക. ഇപ്പം മഴ ആയതുകൊണ്ട് വെളിയിലൊന്നും ഇടാക്കത്തില്ല, അല്ലെങ്കിൽ വെളിയിലിടും. ഇഡലി അപ്പോഴത്തേക്കിന് വെന്തു. കറി ഞാനൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കടുകൂടെ വറുത്ത് ചേർക്കണം. പിന്നെ ചായയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ട്, പിള്ളേർക്ക് കുടിക്കാനുള്ളതും വെച്ച്. ഇപ്പോൾ ഒരു 6:30 ആയി. ഇത് ഹോളിലെ ഡാഡി എഴുന്നേറ്റിട്ട് പിന്നെ പ്രയറെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കിടപ്പുണ്ട്. പോൾ എണീറ്റിട്ടില്ല, വേറെ ആരും എണീറ്റിട്ടില്ല. രാവിലെ തൊട്ട് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, കറുത്തിരുണ്ടിങ്ങനെ കിടക്കുക. അപ്പോൾ ഇഡലിയൊക്കെ ഞാനൊന്ന് ഇളക്കിയിടട്ടെ. അപ്പോൾ ഇഡലിയൊക്കെ എടുത്തിട്ട് ഇന്ന് പോൾമോനും നേരത്തെ ഇന്ന് രാവിലെ കോളേജുണ്ട്, അപ്പോൾ അവർക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി. ഈ പിള്ളേർക്ക് ഞാനിന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബോൺവിറ്റ മാറ്റിയിട്ട് ഹോർലക്സ് ആക്കിയോണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് 2 അവന്മാർക്കും വേണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കിനൊക്കെ പോളൊക്കെ എണീറ്റ് തുടങ്ങി. ഇത് 2 ദിവസമായ വീഡിയോ കേട്ടോ. അപ്പോഴത്തെ ആ മഴയത്തെ സമയം, അന്നാണെങ്കിൽ രാത്രി തൊട്ടേ മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പെയ്ത് നിൽക്കുക. പിന്നെ ഞാൻ വന്ന് ഡാഡിക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ പ്രൈസമോന് പോകാറ സമയമായി. അവന് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. നിർബന്ധിച്ച് ഞാൻ തന്നെ എടുത്ത് വാരി കൊടുക്കാൻ കൊണ്ടുപോയി. അപ്പോഴത്തേക്കിന് പോൾമോൻ തയ്യാറായി പോയി. അപ്പം ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ ഒന്ന് ചെന്നപ്പോഴത്തേന് അവനങ്ങ് ഇറങ്ങി. നിങ്ങൾ തുറക്കണമെന്ന് പ്രൈസമോന് പിന്നെ അത് ഇഡലി കൊടുത്തിട്ട് അവൻ നിന്ന് പാട്ടും പാടി എപ്പോഴും ഇവൻ്റെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പം തലയൊക്കെ ചീവി പിന്നെ കർച്ചീപ്പൂടെടുത്ത് അവന് കൊടുക്കുക. അവൻ ഒരുങ്ങി. ഞാൻ പറഞ്ഞില്ല ഈ മഴ തന്നെ മഴയെന്ന്. പിന്നെ ഇന്ന് ഞാനാ കൊണ്ടുപോണ്ടി വന്നത്. പോൾമോൻ അങ്ങ് പോയി. ഓഫീസിൽ നിന്ന് എന്തോ ഫോൺ വന്ന് അർജൻറ്റ് ഒരിത്തിരി എന്തോ ജോലിയൊന്നും ചെയ്യേണ്ടി വന്ന് അതങ്ങനെ റീച്ചാൻ അവിടെ ഇരിക്കുന്നു. പോകാറായണേ കണ്ടോ, എന്തോ മഴ. അപ്പം ഞാൻ കൊച്ചിനെയും കൊണ്ട് പോയി. ഇങ്ങനെ മഴ, ഞാൻ പാൻ്റൊക്കെ മുട്ടിൻ്റെ അവിടെ വരെ കയറ്റി വെച്ചാൽ പോകുന്നത്. അതുപോലുള്ള മഴയെന്ന് വെച്ചാൽ അതുപോലുള്ള മഴ. ഈ മഴയത്ത് സ്കൂളിൽ ഇന്ന് അവർക്ക് ഈ മന്ത്ലി ടെസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. നിങ്ങൾ ഈ കഥ കേൾക്കണേ, സ്കിപ്പ് ചെയ്യല്ലേ. സത്യം പറഞ്ഞാൽ ദേഷ്യവും വന്നെന്നുള്ള ഈ മഴയത്ത് എനിക്ക് പോകുന്നത് പോലൊരു ദേഷ്യം. എന്താണ്ട് ഇവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വേണ്ടേ കൊച്ചുങ്ങളെ ബസ്സിലോട്ട് കയറ്റാം. ഞാൻ അങ്ങോട്ട് ആ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയതും
എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് മൊത്തത്തിൽ എൻ്റെ കാലിന് മണ്ട വരെ എനിക്ക് വെള്ളം കയറി. അതുപോലെ കുഴിയിൽ ഓട്ടാ ഞാനെടുത്ത് ചാടിയത്. അങ്ങനെ ബസ് അപ്പോഴത്തേക്കിന് വന്നു. എല്ലാവരും പിന്നെ കൊച്ചുങ്ങളെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ ഞാൻ പിന്നെ തിരിച്ചു വന്നു. അങ്ങോട്ട് ഞാൻ കൊണ്ടുപോയി ഇവിടെ വന്ന് ഇരുന്നു. റേച്ചാനപ്പം ഗ്രൂപ്പിലൊന്ന് നോക്കിയുണ്ടേ ഇന്ന് അവധിയാണെന്നും പറഞ്ഞ് അവരിട്ടേക്കുന്നത്. എന്നാൽ അവർക്ക് രാവിലെ ഇടേണ്ട നടത്തിക്കൊണ്ടു പോകുന്ന പിള്ളേർക്ക് കുഴപ്പമില്ല, 11:30-ക്ക് മെസ്സേജ് ഇട്ടാലും മതി. ഇത് 11:40 ഇട്ടത്. പിള്ളേരുടെ ബസ്സപ്പം വന്നു. പിന്നെ ബസ്സുകാരെ വിളിച്ചിട്ട് അവർ തിരിച്ചു കൊണ്ട് കയറ്റി തന്നെ ഇപ്പം കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു. അത്രയ്ക്ക് മഴയായിരുന്നു ഇന്നലെ തൊട്ട്. എന്തോ വിലയാണ്. വെറുതെ ഞാനും നനഞ്ഞു, കൊച്ചും നനഞ്ഞു, എല്ലാവരും നനഞ്ഞു. ഞാനിപ്പോൾ വന്നിട്ട് പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് ഒരു വല്ലാത്ത ഇതായിരുന്നു. ഇനി പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു, ഇനി ഉച്ചക്കത്തെ എല്ലാം ചെയ്യാൻ കിടക്കുന്നു. പ്രൈസമ്മ ഭയങ്കര ഹാപ്പി. പ്രൈസോ ബാ, ഇന്ന് എനിക്ക് അർജൻറ്റ് ചിക്കൻ അച്ചാർ ഇടണമായിരുന്നു. അപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. ഈ മഴ ആയതുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ വയ്യ, റോഡെല്ലാം വെള്ളമാണ്. അങ്ങനെ റേച്ചാൻ ഔട്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് ചിക്കൻ എടുത്തുകൊണ്ട് പോകും, ഇങ്ങോട്ട് അകത്തോട്ട് വരാൻ റേച്ചാൻ, അല്ലെങ്കിൽ പിന്നെ കറങ്ങി വരണം. ഔട്ട് ഗേറ്റിൽ കൂടെ വണ്ടി വിടത്തില്ല, ഇൻ ഗേറ്റിൽ കൂടെ വരാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ പിന്നെ വീണ്ടും ചിക്കൻ എടുക്കാനായിട്ട് പോയി. അവിടുത്തെ വെള്ളം കെട്ട് ഉണ്ടോ. പിന്നെ വന്നിട്ട് അരിയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കിന് അരിയുടെ വെള്ളം ഞാൻ തീരെ കുറച്ചിട്ടിട്ടാണ് പോയത്. വന്നപ്പോഴത്തേക്കിന് തിളച്ച്. പിന്നെ അരി ഇട്ട് ഇന്നാകെ അങ്ങ് ഒരു ഇറിറ്റേഷൻ ആയ ദിവസമായിരുന്നു. അങ്ങ് ഈ മഴയത്ത് നനഞ്ഞു കുളിച്ച് വരുന്നതേ, കുട പിടിച്ചിട്ടും നല്ല കാറ്റും ഇങ്ങനെ മൊത്തം നനയും നമ്മൾ. അപ്പോഴത്തേക്കിന് സമയം ഒരു 12 മണി ആയപ്പോഴേ ഇന്ന് അനുവും വന്നു. അവളങ്ങ് ഇവിടുത്തെ ചെയ്തിട്ട് അങ്ങ് വീട്ടിൽ പോവാം. അവിടെയും ജോലികൾ നടക്കുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പിന്നെ ഇവിടെ കിടന്ന് ഷീറ്റും പില്ലും എല്ലാം കട്ടിലെല്ലാം ഒന്ന് ഒതുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഉച്ചക്കത്തെ എല്ലാം ഒന്ന് ചെയ്തിട്ട് വേണം എനിക്ക് ചിക്കൻ അച്ചാറിടാനുള്ള പരിപാടിക്ക്. അരിഞ്ഞുകൊണ്ടല്ല വന്നത്, ഞാൻ അരിഞ്ഞോളാന്ന് പറഞ്ഞ് അതെല്ലാം ഇനി അരിഞ്ഞൊക്കെ എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടല്ല നമുക്ക് അതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ പ്രൈസൻ അവിടെ കിടന്ന് ഭയങ്കര വണ്ടികളി. ഇടയ്ക്ക് എന്നെ കണ്ടപ്പോഴത്തേക്കിന് ആളൊക്കെ നിർത്തി എന്നെ ഒന്ന് പറഞ്ഞു, മമ്മി ഇന്ന് എൻ്റെ വീഡിയോ എടുത്തതെന്നൊക്കെ വന്ന് ചോദിച്ച്. അപ്പം ഞാൻ പിന്നെ മോര് കാച്ചാൻ തൈര് ഉടയ്ക്കാനായിട്ട് മിക്സിയിൽ മിക്സി അവിടെ നിന്ന് കുത്തിയിട്ടിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇനി മിക്സിയുടെയും വാഷിംഗ് മെഷീൻ്റെ എല്ലാം ഒരു പ്ലഗിലാണ് കുത്തുന്നത്. പിന്നെ മിക്സിയുടെ വേണമെങ്കിൽ എനിക്ക് മേളിൽ കുത്താം, പക്ഷേ അത് നമ്മൾ മിക്സി ഓൺ ആക്കുമ്പോഴത്തേന് പ്ലഗ് ഊരി ഇങ്ങി വരും. അതുപോലെ ഇത്തിരി എന്താ പറയുന്നത്, ലൂസ് പോലെ അതിൻ്റെ അകത്ത്. അപ്പം ഈ വാഷിംഗ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഓവൻ്റെ സ്വിച്ചും എല്ലാം അതിൻ്റെ അകത്താണ്. റീച്ച എന്നോട് പറഞ്ഞു ചിക്കൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണേന്ന്. കാരണം ഇവരുണ്ടല്ലേ, ചിലപ്പം ആദ്യം ഇവന്മാർക്കും അറിയത്തില്ലായിരുന്നു നമ്മൾ വീട്ടിൽ നോക്കുമെന്ന്. കൊണ്ടുവന്നുടനെ അവർ നമ്മൾ ഇപ്പോൾ 1-2 കിലോ എങ്ങാനും വാങ്ങിക്കുവാണെങ്കിൽ 10-20 രൂപ കുറയ്ക്കും. കുറയ്ക്കുവാണെങ്കിൽ അവരത് വെയിറ്റിലവർ തൂക്കം കുറയ്ക്കും. വന്ന് നോക്കിയുണ്ടേ ഒരു പ്രാവശ്യം ഞങ്ങൾ നോക്കണം, ആദ്യമായിട്ട് ഞങ്ങൾ നോക്കിയുണ്ടേ 200-250 ഗ്രാം കുറവുണ്ട്. അപ്പം ഞങ്ങൾ വിളിച്ചവരെ അത് പിന്നെ കാണിച്ചിട്ട് വീഡിയോ മൊബൈലിലെടുത്തിട്ട് കാണിച്ചു. അത് പിന്നെ അവർ ഞങ്ങളുടെ ഇത് കുറയ്ക്കത്തേ ഇല്ല. അപ്പം ഞാൻ ചിക്കൻ അവിടെ ഇങ്ങനെ അങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ വെച്ചേ ഉള്ളൂ. പിന്നെ തോരനുള്ള സവാള അരിഞ്ഞെടുക്കണമായിരുന്നു. അപ്പോൾ പ്രൈസമ്മവും വന്നുടനെ അവൻ്റെ ബുക്കും പുസ്തകവും ബാഗും മൊത്തത്തിൽ നനഞ്ഞാണ് വന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ടേബിളെ ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് ബാഗും ഓപ്പണാക്കി അവിടെ നമ്മൾ തുണി ഇടുന്ന സ്റ്റാൻഡേ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടൊന്ന് വെച്ചേക്കുക. ഞാൻ പറഞ്ഞു ഇനി മഴ വരുമ്പം ഫ്രണ്ടിൽ ബാഗ് ഇടണം. അപ്പം പുറകിലിടുമ്പോൾ ഇവനിങ്ങനെ കുട ശരിക്ക് പിടിക്കത്തില്ല, ഇങ്ങനെ ആട്ടിയിരിക്കും. അതുകൊണ്ട് പിന്നെ നനയുന്ന, അല്ലെങ്കിൽ ശരിക്ക് ഈ പിള്ളേരെ പിടിച്ചാൽ നനയത്തില്ല. അല്ലെങ്കിൽ റെയിൻകോട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ് മഴയാകുമ്പം ബസ്സിൽ നിന്നേ റെയിൻകോട്ട് എടുത്തങ്ങ് ഇടാൻ നോക്കണമെന്ന്. ഞാൻ പറഞ്ഞു നീ പിന്നെ ബട്ടൺസ് ഒന്നും ഇടണ്ട, തലയിൽ കൂടെ ഇങ്ങനെ നിൻ്റെ ബാഗും നനയാത്ത വിധത്തിൽ അങ്ങ് തലയിൽ കൂടെ അങ്ങ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യത്തില്ല, എന്തോ ചെയ്യാനാ. അപ്പം ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചത് കൊണ്ട് പിന്നെ തോരൻ പെട്ടെന്നങ്ങ് ചെയ്യായിരുന്നു. രാവിലെ പയറങ്ങ് അരിഞ്ഞ് വെച്ച് രാത്രി അരിയാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. കാരണം ചിക്കനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും അതിൻ്റെ പരിപാടിയിലായിരുന്നു. ഇന്നിനിപ്പോൾ ചിക്കൻ നമുക്ക് പെട്ടെന്ന് ഒന്ന് അരിഞ്ഞ് വറുത്തൊക്കെ വെച്ചാൽ മതി.
അപ്പോൾ രാവിലെ ഇഡലി കഴിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ആക്കൊന്ന് വിശക്കുന്നു. അപ്പം 2 ഇഡലി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കറിയും കൂട്ടി കൊടുത്തു. അങ്ങനെ അവൻ ഇഡലി ഇപ്പം കഴിച്ചു. ഇഡലി 2 ഉള്ളായിരുന്നു. ആശാൻ രാവിലെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് തീറ്റിക്കുമായിരുന്നു. ഇപ്പം കൊടുത്തോണ്ടേ ഒരെണ്ണം കൊണ്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അന്നേരം ഇല്ലായിരുന്നു. മാവെടുത്ത് ഞാൻ പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച്, കാരണം ഇവർക്ക് വേണ്ടാന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ മോരിനവിടെ ഇത്തിരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. അപ്പം ഞാൻ പാത്രങ്ങളൊന്ന് കുറച്ചേലും ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ച് എല്ലാം കൂടെ അതിൻ്റെ അകത്ത് കുന്നുകൂടി കിടക്കുക. അപ്പോൾ അവൻ ഇങ്ങോട്ട് കഴിച്ചിട്ട് വന്നിട്ട് അവനത് ചോദിച്ചു, ഇതെന്തോ ഇങ്ങനെ കിടക്കുന്നത്, ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ എന്ന്. ഞാൻ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന്, പിന്നെ ഇങ്ങനെ പുറകെ നിൽക്കുക, മിക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാ ഒന്ന് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറി നിന്നിട്ട് വേണം ചെയ്യാൻ, കാരണം ഗ്യാസിൻ്റെ അടുത്തൊന്നും അങ്ങോട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവൻ ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പിന്നെ വന്ന് ഇളക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ദിവസം 3 മണിക്കെങ്ങാണ്ട് വീഡിയോ എൻ്റെ ഇട്ടതുണ്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഓർമ്മ കാണും. അപ്പോൾ അന്ന് രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടതാണ്. നെറ്റ് ഇങ്ങനെ സ്ലോ ആയിരുന്നു. ജിയോടെ ഇപ്പോൾ ഒട്ടും വർക്കാവുന്നില്ല, സർവീസ് വേറും മോശമാണ്. അപ്പോൾ ഞങ്ങളുടെ വൈഫൈയും ജിയോടെ ഇല്ലേ, അതും കിട്ടുന്നില്ല. എൻ്റെ മൊബൈലിലൊരു ഇതുണ്ട്, അതും ശരിയാവുന്നില്ല. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡാഡി ഇരുന്ന് എന്തോ കേൾക്കുന്നു. അപ്പം ഡാഡിയുടെ മൊബൈലിൻ്റെ അകത്ത് നെറ്റ് വർക്കാവുന്നുണ്ട്. ഡാഡിക്ക് എന്തോ നെറ്റുണ്ടോ? നെറ്റ് ചാലു ആണോ? എൻ്റെ വീഡിയോ പോലും അപ്ലോഡ് ആവുന്നില്ലല്ലേ. അപ്പോൾ അവൾ തുടച്ചിട്ട് പോയിട്ട് എല്ലാം അതുപോലെ ചേറൊന്നും അതാ സാധനം എല്ലാം അവിടെ തന്നെ കിടക്കുക. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി എല്ലാം ശരിയാക്കിയത്. അപ്പം മോരിന് കടുവർക്ക് ഇച്ചിരി ജീരകമൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് ഇന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഞായറാഴ്ച പ്രൈസമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടേ, അത് ആരും ശ്രദ്ധിച്ചില്ല. അതിൽ ഞാനും പിള്ളേരും ഡാഡി എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എടാ ഗിഫ്റ്റ് ആരും ചോദിക്കത്തില്ല. അപ്പം ഡാഡി പറയുകയും ചെയ്തു പ്രൈസമോൻ്റെ ബർത്ത്ഡേ ജൂലൈ 28, 10 വയസ്സാകുമെന്ന്. ഞാൻ ചിന്തിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് അന്ന് പറയാൻ ചെന്നു. ഇന്നിപ്പം പറഞ്ഞത് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞായറാഴ്ച. അതൊരിക്കലും ഞാൻ മറക്കത്തില്ല. ഓരോ അമ്മമാരും ഒരു മക്കളുടെയും ബർത്ത്ഡേ മറക്കത്തില്ല. പക്ഷേ ഇവൻ്റെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഓർക്കാൻ കൂടെ വയ്യെന്നുള്ള 2014 ആ അവസ്ഥ. ചത്ത് കിട്ടിയ കുഞ്ഞല്ലേ ഞങ്ങൾക്ക്. അങ്ങനെ മോരൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് നോക്കിയോണ്ടേ പ്രൈസമോൻ, ഞാൻ പഠിക്കാൻ പറഞ്ഞേ, അവന് ഇന്നത്തെ എക്സാം വേറൊരു ദിവസം ആക്കിയിട്ടുണ്ട്. ഇനി നാളെ മറാഠിയാണ്. ഞാൻ ചിന്തിച്ച് പഠിക്കുവാന്ന്. ഞാൻ അകത്ത മുറിയിലോട്ട് വന്നോണ്ടേ എൻ്റെ മറ്റേ സ്റ്റാൻഡുണ്ട്, അതെടുത്ത് ചെയ്യുന്ന പരിപാടി നോക്കിക്കോണേ. എൻ്റെ സ്റ്റാൻഡ് എവിടെ വെക്ക്, സ്റ്റാൻഡ് എവിടെ വെക്ക്. അത് ഞാനിവിടെ തുണിയൊക്കെ കഴുകാനിട്ട്. അപ്പം ഇവൻ എന്താണോ ഇന്നിങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്, നെറ്റില്ലല്ലേ. അങ്ങനെ ആശാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം അവൻ്റെ കൈ അടങ്ങിയിരിക്കത്തില്ല. ഇങ്ങനെ തോക്കും വെച്ച് വെടിയും വെച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ സ്റ്റാൻഡ് എടുത്ത് ഞാനിങ്ങനെ അബദ്ധവശാൽ മുറിയിലോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് എടുത്തുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കും, നെറ്റ് വന്നോ, എപ്പോൾ വരും. ഞാൻ പറഞ്ഞു ഇച്ചിരി നേരം നെറ്റ് ഇല്ലാത്തതാണ് നല്ലത്, അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളെങ്ങാനും കൂടി ഇരുന്നേലേ പഠിക്കത്തുള്ളൂ, അല്ലാതെ അവൻ പോയി പഠിക്കത്തില്ല. അപ്പം ഞാൻ ചിക്കൻ എടുത്തൊന്ന് അരിയട്ടെ, കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചു. കാരണം എനിക്ക് വീഡിയോ മൊബൈൽ എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടേക്കുക. ആ വീഡിയോ ഞാൻ മൊബൈൽ എടുക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പം അത് സ്ലോ ആവുമോ എന്തെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞ് ഞാനത് എടുക്കാനേ പോയില്ല. പിന്നെ കുറച്ച് മുക്കാലും ഞാൻ അരിഞ്ഞ് അതിനുശേഷം പിന്നെ ലാസ്റ്റിൽ ഒരു ഇച്ചിരി ഇങ്ങോട്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അന്ന് ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും വിനാഗിരി ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കും. എന്നിട്ട് അപ്പോഴത്തേക്കിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. പെട്ടെന്ന് ചെയ്തെടുക്കണ്ടേ. ഞാൻ താണ്ടെ അതിൻ്റെ അകത്ത് ഈ വെള്ള പോലെ ഒരു ഇച്ചിരി ഉണ്ടെങ്കിലും ഞാൻ എടുത്ത് അതങ്ങ് കണ്ടത് മാറ്റും. അത് എനിക്ക് ഫാറ്റാണെന്ന് തോന്നുന്നു. ഒരു ഇച്ചിരിയും ഒത്തിരി ഇല്ല. നമ്മൾ കറിയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്കറിയത്തില്ല. പിന്നെ എൻ്റെ മനസാക്ഷി ഓർത്ത് ഞാനതൊന്നും അച്ചാറിലിടാറേ പോകത്തില്ല. ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് എല്ലാം ചെത്തി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ.
വിനാഗിരി കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ജോലികൾ വേറെ ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ ഉളുമ്പൊക്കെ അങ്ങ് മാറും. പിന്നെ ക്യാനിൽ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അടുത്ത വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ ഒരു പരിപാടി സമയമൊക്കെ എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി. പക്ഷേ സമയം ഇന്ന് ഇച്ചിരി ആയിട്ടുണ്ട്. കാരണം രാവിലെ ഇവനെ വിളിക്കാൻ പോയി തിരിച്ച് പിന്നെ അത് കഴിഞ്ഞ് അടുത്തതിന് പോയി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയി. അപ്പം ഞാൻ വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. വെള്ളം ക്ലിയർ ആവുന്നിടം വരെ ഞാൻ കഴുകിയെടുക്കും. അപ്പോൾ ഇന്നാള് ഞാൻ ഇങ്ങനെ ഒന്ന് ഒത്തിരി കഴുകിയുണ്ടെ എന്നോട് ഒരു കമൻറ്റ് വന്നതാണ്. ഉള്ളയാണെന്നോ സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി കഴുകല്ലേ, അതിൻ്റെ പ്രോട്ടീനും എല്ലാം പോകുന്നു. എനിക്ക് ബ്ലഡ് വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബോൺലെസ്സിൽ അങ്ങനെ ബ്ലഡ് ഇല്ല. എന്നാലും എനിക്കൊരു മനസ്സ് വരുത്തണം. അതിൻ്റെ കളറ് പോകുന്നിടം വരെ, വെള്ളം ക്ലിയർ ആവുന്നിടം വരെ ഞാൻ കഴുകിയെടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കണ്ണകപ്പയിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം വാലാനായിട്ടേ. അപ്പോഴത്തേക്കിന് അരി ഞാൻ വെച്ച് വറുത്തായിരുന്നു. അതൊന്ന് ഇവിടെ ഒന്ന് കമത്തി ഇടട്ടെ. അപ്പോൾ ഇച്ചിരി വെള്ളം തുറന്ന് വിട്ടിട്ടാണ് ഞാൻ കമത്തി ഇടുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ചരുവത്തി വേവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമത്തി ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷേ കലത്തിലാവുമ്പോൾ ഇങ്ങനെ കമത്തിയിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടാൽ മൊത്തവും വെള്ളവും പോകത്തില്ല. പിന്നെ ഒരു ചരുവം വെച്ചിട്ട് വേണം എനിക്ക് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കാനായിട്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയായിരുന്നു. മഴയാന്നേലും എടുത്ത് ആ വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് തോരാനായിട്ട് ഞാൻ ബാൽക്കണിയിലോട്ടാണ് കൊണ്ടുവെക്കുന്നത്. പിന്നെ ഇനി അടുത്തത് അച്ചാറ് പരിപാടി തുടങ്ങുക. അപ്പോൾ മറ്റേ കലത്തിലെ ചോറും വെന്തു, അതും ഞാനൊന്ന് വെച്ച് വാർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇങ്ങനൊരു ചരുവത്തിലോട്ടെടുത്ത് ഇങ്ങനെ വെക്കും. അന്നേരം അടിയിൽ ആ വെള്ളം എല്ലാം ഇങ്ങ് ഊറി വരും. പിന്നെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ആ പൈപ്പൊക്കെ എടുത്തൊന്ന് ഇനി മാറ്റി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തുണികളൊക്കെ വിരിക്കണമായിരുന്നു. ഇന്ന് ആകെ നല്ലൊരു പാക്കേജ് ഡേ ആയിരുന്നു എന്ന് വെച്ചാൽ പാക്കേജ് ആയിരുന്നു. പിന്നെ ഇനി ഞാൻ ഉരുളിയൊക്കെ ഒന്ന് കഴുകി അടപ്പത്തോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട്. ഉരുളി വെച്ചിട്ട് ഞാൻ ഒന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, നമ്മുടെ കഴിവുകൊണ്ടല്ലല്ലോ നമ്മളൊന്നും ഉണ്ടാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിലേ നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ചിലപ്പോൾ മറവി വരാം. ബൈ ചാൻസ് നമ്മളിതെല്ലാം മറക്കും. എന്നാലും നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പം അത്രയൊരു മനസ്സിനൊരു സമാധാനം എനിക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു ചിന്ത. കൊണ്ട് എനിക്കിങ്ങനെ ഇത് കെട്ടുന്ന എനിക്ക് ഒരു ക്യാപ്പ് എനിക്ക് അത്ര ചിലപ്പം ക്യാപ്പ് ഇടും. ക്യാപ്പ് ഒരു പാക്കറ്റ് നിറച്ചിരിപ്പുണ്ട്. ഞാനിപ്പോൾ ഇതങ്ങ് കെട്ടി. അപ്പം ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കിന് ഈ തുണി ഒന്ന് വിരിക്കട്ടെ. അപ്പോൾ സമയം ഒത്തിരിയായി. അച്ചാറിടാൻ വിനാഗിരി, ഓയിലെല്ലാം നല്ലെണ്ണ. എണ്ണ ഇനി ഒഴിച്ചിട്ട് ചൂടാക്കട്ടെ. 2 ട്രിപ്പായിട്ട് 2 or 3 ട്രിപ്പായിട്ട് വറക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പാണ് കിടക്കുന്നത്. അച്ചാറുണ്ടാക്കുമ്പം നമുക്ക് അവിടെ ഇവിടെയും ശ്രദ്ധ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഉച്ചയ്ക്ക് ഒക്കെ കൊടുക്കാനുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അച്ചാറിടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ കഴിച്ചില്ല, കാരണം നമുക്ക് പറ്റത്തില്ല. പലരും എന്നോട് പറയും വിജി അങ്ങനെ ചെയ്യല്ലേ എന്ന്. പക്ഷേ എന്തോ ചെയ്യാനാ, ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പായിട്ട് ഇതൊന്ന് വറുത്തെടുത്തു. പക്ഷേ പോൾമോൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവിടുത്തെ തുണികളൊന്ന് വിരിച്ച് സഹായിച്ചതിനായിരുന്നു. ഇതിപ്പം എല്ലായിടത്തെയും നമ്മൾ തന്നെ വിരിക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പം അച്ചാറെല്ലാം വറുത്ത് കോരിയിട്ട് പിന്നെ മസാലയെല്ലാം ചേർത്ത് ലാസ്റ്റ് സ്റ്റേജായി. ഇനിയിപ്പോൾ ഇത് തീ അങ്ങ് ഓഫാക്കിയിട്ട് ഞാൻ വൈകുന്നേരം കാണിക്കാം. അപ്പോഴത്തേക്കിനെല്ലാം അതിലങ്ങ് അബ്സോർവ് ആയിക്കോളും. നോക്കിയത് കഴിയുക. ഇന്നിപ്പോൾ രാവിലെ ഒരു 6:30 മുതൽ 5:30 വരെയുള്ള ജോലികളാണ് കാണിച്ചത്. ഇപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞേ അത് സെറ്റ് ആവത്തുള്ളൂ. മുഖമൊക്കെ കഴിയുക. അപ്പോൾ രാത്രിയിൽ ഞാൻ അച്ചാറൊക്കെ ഒന്ന് കയ്യിലാണ് മൊബൈൽ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഉരുളിയും കൂടെ കറങ്ങി വരുന്നത്. അപ്പോൾ ഇത് വലിയ ഉരുളി ആയതുകൊണ്ടാണ് അറിയാൻ വയ്യാത്ത. ഇതിപ്പം ഞാനൊരു ഇച്ചിരിയും കൂടെ ഒന്ന് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഒരാൾക്കൊരു 1-2 കിലോ വേണമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇപ്പം 1 കിലോ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ താഴെ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.